ഹലോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചൊന്ന് പാക്ക് ചെയ്തെടുത്താലോ? അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പിറ്റേന്നത്തേക്കുള്ള ലഞ്ചിൻ്റെ മെനു കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ എണീറ്റ് അതങ്ങ് ചെയ്താൽ മാത്രം മതി. രണ്ടുപേരും രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ അങ്ങ് പറയും. ഞാൻ പിന്നെ എപ്പോഴും സ്പെഷ്യൽ 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 അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്തായാലും അതൊക്കെ പോട്ടെ. അങ്ങനെ ദേ നെയ്ച്ചോറ് വെച്ചു. പിന്നെ ദേ നല്ല തേങ്ങായും കാഷ്നട്ടും ഒക്കെ ഇട്ട് അരച്ച അടിപൊളി ഒരു ചിക്കൻ കറി അങ്ങ് വെച്ചു. ചിക്കൻ കറിയിൽ പീസൊന്നും അവന് വേണമെന്നില്ല, ഗ്രേവിയാണ് കൂടുതലും വേണ്ടത്. പിന്നെ ഞാൻ പറയും ഇരിക്കട്ടെ 2-3 പീസ്, പിള്ളേർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാമല്ലോ എന്ന് പറയും. പിന്നെ സാലഡും പരിപ്പ് കറിയും നെയ്ച്ചോറിന് അവന് നിർബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പരിപ്പ് കറിയും വെച്ചു, സാലഡ് വരഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടമാണ്. എന്തെങ്കിലും അച്ചാറില്ലാഞ്ഞുകൊണ്ട് ഞാൻ വെച്ചില്ല. അതേ ഒരു സ്പൂണും കൂടെ വെച്ചപ്പോൾ അയാൻ്റെ കാര്യം സെറ്റായി. ഇനി അയിമക്ക് പിന്നെ ചോറ് ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ വാരിയൊക്കെ കൊടുത്താണ് ചോറൊക്കെ തീറ്റിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ രാവിലെ ഇടിയപ്പമായിരുന്നു. അപ്പോൾ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പമാണ് അവർക്കിഷ്ടം. അങ്ങനെ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പം വെച്ച് കൊടുത്തു. പിന്നെ ചിക്കൻ കറി, അതിൽ പീസ് അവൾക്ക് കൂടുതൽ വേണം, ഗ്രേവി അങ്ങനെ വേണ്ട. പിന്നെ അഥവാ എങ്ങാനും ഒരു പീസ് കുറഞ്ഞു പോയാൽ വരുമ്പോഴത്തേക്കിനും ഉമ്മച്ചീന്ന് പീസ് കുറവാണ് വെച്ചെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. അങ്ങനെ എന്തായാലും അതും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്നാക്സായിട്ട് ഇന്നലെ നല്ല പഴുത്ത മാങ്ങ കൊണ്ടുവന്നായിരുന്നു. അതാണ് 2 പേർക്കും കൊടുത്തു വിടുന്നത്. ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ പഴുത്ത മാങ്ങ മാത്രമേ മടിയില്ലാതെ കഴിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.